ബോഡി വില്ലയാണോ? ഒരിക്കൽ ഞാനോട് വർക്ക് ചെയ്തിരുന്ന ഓഡിയൻസ് വളരെ മോശമാണ്. അഭിനയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്ലെടുത്തെറിയുന്ന ആൾക്കാരാ. മിസ്റ്റർ കാൽഡിനാം, ഞാൻ വിഷന്ന് ചെത്താലും ആരെടുത്തും കൈ നീട്ടി വാങ്ങിച്ച് കഴിച്ച ശീലമില്ല. അതുമാത്രമല്ല, അടുത്തവരുടെ പൈസയ്ക്കും ഞാൻ ആഗ്രഹിക്കാറില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് ശമ്പളം കിട്ടി 2 ആഴ്ചയായി. വിഷമിക്കണ്ട, അത് സാരമില്ല. നിങ്ങളെ ആൻ വിളിക്കാലോ. നിങ്ങൾ കാണാൻ കൊള്ളാമെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര സൈസ് ഇല്ല. ഇല്ല 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 ഇല്ല. ഓ ഗോഡ്, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മിസ് ആനി പ്ലീസ്, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ എങ്ങനത്തെ ആളാ നിങ്ങള്? ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. ഒരു സിനിമ ഡയറക്ടറാണ്. എന്നെ വിശ്വസിക്കുക, എനിക്കൊരു ലെവലുണ്ട്. ഞാൻ അതിന് താഴേക്ക് ഒരിക്കലും പോവില്ല. പ്ലീസ് ഇരിക്കൂ അനി, പ്ലീസ്. ഓക്കെ ആനി, ഞാനിപ്പോ എടുക്കാൻ പോകുന്ന സിനിമ ഇവിടെ നടക്കുന്ന കഥയല്ല. പൂർണ്ണമായും ഫോറിനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫോറിൻ വെച്ചാൽ ഏത് സ്ഥലത്ത്? സിംഗപ്പൂർ. കപ്പലിൽ വെച്ച് നായകൻ ഒരു വ്യത്യസ്തയായ പെൺകുട്ടിയെ കാണുന്നു. അവൾ സുന്ദരിയാണ്, വിനയമുള്ളവളാണ്, ദുഃഖിതയാണ്. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിധി അവൾ ആഗ്രഹിച്ചവരെല്ലാം അവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. സാഹചര്യങ്ങൾ അവളെ ബന്ധനസ്ഥയാക്കി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ചു. അപ്പോഴാണ് നായകനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി. സ്വയം അറിയാതെ അവൾ ആ സാഹചര്യത്തിൽ അവനെ സ്നേഹിച്ചു. അതുതന്നെ. അവരുടെ പ്രേമം നിറവേറില്ല. അത് നടക്കൂല എന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയാം. അതെയോ? ചെറുപ്പം തൊട്ടേ അവൾക്കെല്ലാം നിരാശയായിരുന്നു. അതിനെന്താ കാരണം? അത് അവളുടെ വിധിയായിരുന്നു മിസ്റ്റർ ഡെനാം. നിനക്ക് കഥ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്കത് മതി. ഞാൻ തിരക്കൂട്ടാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം. നിങ്ങൾ വേറെ ആനി, ഞാൻ പറയുന്നത് കേൾക്ക. നീയാണ് ആ കഥാപാത്രത്തിന് ആപ്റ്റ്. നിന്റെ അത്രയും ദുഃഖഭാവം വേറൊരു പെണ്ണും ഉണ്ടാവില്ല. കാണികളെ നിനക്ക് കരയിക്കാനാവും. നിന്റെ കണ്ണുകളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു മിസ്റ്റർ ഡെനാം. എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിച്ചാണ് ശീലം. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ഡെനാം. ആനി നിൽക്ക പ്ലീസ്. നിനക്ക് ഞാൻ എത്ര പണമാണെങ്കിലും തരാം. ജീവിതത്തിൽ എത്ര ശ്രമിച്ചാലും ഇതുപോലെ ചാൻസ് നിനക്ക് കിട്ടാനേ പോകുന്നില്ല. തിരക്കഥ വായിക്കണമെങ്കിൽ ഞാൻ ജാക്കിനോട് പറഞ്ഞ് തിരക്കഥ നിനക്ക് എത്തിച്ചു തരാം. ജാക്ക് ഡ്രിസ്കോൾ? അതെ, അയാള് തന്നെ. എന്താ, അയാളെ അറിയോ? അത് പിന്നെ എനിക്ക് അയാളെ അറിയില്ല. അയാളുടെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തൊരു റൈറ്റർ അയാള്. ആനി, നിനക്കൊരു കാര്യം അറിയോ? ജാക്ക് പ്രിസ്കോൾ ഈ കഥ എഴുതുമ്പോൾ എന്നോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. മിസ്റ്റർ കോൾ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു പെണ്ണ് പിറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിന്നെ കണ്ടതും എനിക്കത് ഓർമ്മ വന്നു. എന്തുകൊണ്ട്? ആ വേഷത്തിന് വേണ്ടി ജനിച്ചവളാണ് നീ.